കടയിൽ വാങ്ങിച്ചതും കാട്ടി നന്നായിട്ട് തോന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാമൺ വിഷൻ. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഭാര്യയുടെ അടുത്ത് ചോദിച്ചു നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഭാര്യ എന്തൊക്കെയും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മോണോ, ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? എന്താ സ്പെഷ്യല്? ചിക്കൻ മോമോസോ? നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഫസ്റ്റ് ചട്നിയാണോ ചെയ്യണത്? ശരി, ഓക്കെ. தண்ணி ஊத்திட்டு தக்காளி ஃபுல்லா ஓரளவுக்கு தண்ணி, ரெட் சில்லி நம்ம காரம் எவ்வளவு வேணுமோ அவ்வளவு போடலாம். നമുക്ക് നല്ല എരിവാണെങ്കിൽ ഇനിയും ജാസ്തി ഇടാം. മോമോസിനുള്ള ചട്നി നല്ല എരിവുണ്ടാവില്ല, அதனால கொஞ்சம் கூட எக்ஸ்ட்ரா போட்டுருக்கேன். நமக்கும் போடுறத விட. ശരി ശരി. ഇതിൽ ഇത്രേ ഉള്ളൂ. എന്തൊക്കെയാണ്? തക്കാളി, പിന്നെ വറ്റൽമുളക്, கொஞ்சம் ഇല്ല ഇട്ടില്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. എത്ര നേരം വേവിക്കണം? இது கொஞ்சம் பாயில் ஆச்சுன்னா அந்த ஸ்கின் வந்து பீல் ஆகி வர மாதிரி. ഓ, ഈ തക്കാളിയുടെ സ്കിന്റെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് എപ്പോഴാണ് മോമോസ്? നമ്മള് പുറത്ത് പോയിട്ട് കഴിച്ചിട്ടുണ്ട്. ആ, മോമോസ് അതേപോലെ ഉണ്ടാവും. കൊതി വന്ന് തുടങ്ങിട്ടോ. വേഗം വാ. ഒരുവിധം വെന്തല്ലോ ഇതിപ്പോ. ഇനി കൊഞ്ച നേരം കൂടെ വേഗട്ടോ. അതുക്കുള്ള അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുമോ? സ്റ്റഫിംഗ് பண்ணிடலாம். அதுக்கு ஆல்ரெடி நான் எல்லாம் கட் பண்ணிட்டேன். ഇതൊക്കെ നീ എപ്പോഴാ ചെയ്ത് കട്ടിങ് ഒക്കെ? നീ ലാപ്ടോപ്പിൽ വർക്ക് பண்ணிட்டு. ഓ, ശരി ശരി. ആ, ഫസ്റ്റ് എന്ത് ചെയ്യും? garlic 6 to 7 garlics இருக்கு. ginger ஒரு 1 inch ginger, half cabbage, ஒரு small cabbageல half cabbage எடுத்துக்கேன். ஒரு big onion, coriander leaves chop. இது soya sauce வேணும். அதுவும் ரெடி ஆச்சு. soya sauce. குக்கிங் ஆயில் இல்ல? olive oil வேணா ஆட் பண்ணிக்கலாம். நார்மல் குக்கிங் ஆயில் ஓகே. ഓലിവ് ഓയിലിന് വില ചേർത്തിയല്ലേ, കുക്കിംഗ് ഓയിലിന് മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ കൈ വെച്ച് നോക്കാം. അപ്പൊ നല്ലൊന്ന് ഒരിഞ്ഞ പിന്നെ ടൊമാറ്റോ വെന്തിച്ച് ടൊമാറ്റോ എടുത്തിട്ട് നോക്കി എടുക്കട്ടോ. തോലൊക്കെ വന്നില്ലേ? இந்த தண்ணி கிரைண்ட் பண்றதுக்கெல்லாம் வேணும்னா யூஸ் பண்ணிக்கலாம். വെറുതെ കളയണ്ട, വെള്ളം പാഴാക്കരുത്. കളർ മാറി തുടങ്ങിയില്ലേ? ജിഞ്ചർ ആഡ് பண்ணிக்கலாம். ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചിയായി. கொஞ்சம் ஹாட் ஆறனோனே பீல் எடுக்கும். கொஞ்சம் எடுத்துறேன். ചൂടുണ്ടോ? நான் நல்லா வெந்தனால தனியா வருது. ഇത് വെളുത്തുള്ളി ഇഞ്ചിയും ഒരുവിധം ശരിയായിട്ടോ. ഇത് എടുത്തിട്ട് நல்லா ഒന്ന് നോർമൽ ടെമ്പറേച്ചർ വരെ വരയ്ക്കും. ஏன்னா ஹாட்டா மிக்ஸில போட முடியாது. അപ്പോൾ കുറച്ച് ചൂടൊക്കെ ആയി പിന്നെ മിക്സിയിൽ ഇട്ടായിരിക്കും. ജിഞ്ചർ நல்லா சாட் ஆயிடுச்சு. ஆனியன், cabbage. ஆனியன் கொஞ்சம் ப்ரௌன் ஆனதுக்கு அப்புறம் cabbage. അതും കുറച്ച് മതിയാണ്. ஆனியன் சீக்கிரமா குக் ஆகணும்னா சால்ட் போடணும். எவ்வளவு சால்ட் வேணும்? ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. ഉള്ളി വേഗം വെഞ്ഞ് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ ആവശ്യത്തിന് എണ്ണം ഇതേ കഴിക്കാൻ പറ്റും. പിന്നെ അടുത്തത് നമുക്ക് ക്യാബേജ് ഇടാം അല്ലേ? ക്യാബേജ് இல்ல நீங்க வெஜ் மோமோஸ் பண்றதா இருந்தா கேரட் எல்லாம் இது கூடவே போட்டு குக் பண்ணிக்கோங்க. വെജ് മോമോസ് ആണെങ്കിൽ അല്ല വെജിറ്റബിൾസ് ക്യാരറ്റ് മാത്രമേ ഇടുള്ളൂ, വേറെ கேபேஜ், கேரட், மஷ்ரூம், கார்ன் இதெல்லாமே போடலாம்.
நமக்கு எது பிடிக்குமோ அதை குக் பண்ணலாம். கேபேஜ் குக் ஆக கொஞ்சம் கூட டைம் ஜாஸ்தி எடுக்கும். ஸோ அந்த கேப்ல நம்ம மோமோஸ்க்கு மைதா டவ் ரெடி பண்ணிடலாம். மோமோஸ் மைதாലാണല്ലോ ഉണ്ടാക്കുന്നത്. மைதால தான் யூஸ்வலா பண்ணுவாங்க ஸ்டோர்ஸ்ல எல்லாம். நமக்கு ஹெல்தி வெர்ஷன் வேணும்னா வீட்ல கூட பண்ணலாம், வீட் ஃப்ளோர்ல. ஸோ மைதா 3 கப். மைதக்கு கரெக்ட் ആയിട്ടുള്ള ഉപ്പ്. உப்பு நல்லா மிக்ஸ் ஆகிறதுக்கு ஒரு தடவை மிக்ஸ் பண்ணிக்கலாம். ஒரு 2 ஸ்பூன் அளவுக்கு ஆயில் ஊற்றிக்கோங்க. இது எந்த ஆயில்? அது நார்மல் குக்கிங் ஆயில். நல்லா மிக்ஸ் பண்ணிக்கோங்க. கை கழுகிയോ നീ മിക്സ് ചെയ്യുന്നതിന്? ஒரு நாளைக்கு கை கழுகுறது மட்டுமே வேலையா இருக்கு கொரோனானால. கழுகியாச்சு. അത് ശരിയാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം കൈ കഴുകുകയെന്ന് കണക്കുന്നില്ല. ഇപ്പൊ ஆயில் கொஞ்சம் மிக்ஸ் ஆனதுக்கு அப்புறம் வாட்டர் எவ்வளவு கொஞ்சமா ஆட் பண்ணி மாவு கஞ்சிக்கோங்க. ഒന്നിച്ച് ആഡ് ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടൂല്ലേ? ஒன்றும் பண்ண முடியாது. ഇത് കഴിയാറായില്ല ഇനിയിപ്പോ? இப்போ கொஞ்சம் மேல ஆயில் மட்டும் கொஞ்சம் ஊத்திட்டு ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ മൂടി വെക്കണം. இல்லைன்னா மேல ரொம்ப ட்ரை ஆயிடும். റഫ് സർഫേസ് ആവും അതിന് മേലെ. நெக்ஸ்ட் சிக்கனை மின்ஸ் பண்ணிடலாம். நான் போன்லெஸ் சிக்கன் தான் எடுத்து வச்சிருக்கேன். നന്നായിട്ടായിരിക്കണം അല്ലേ? ஜஸ்ட் ஒரு பல்ஸ். நான் இது வாஷ் பண்ணி டர்மரிக் பவுடர் போட்டு வச்சிருந்தேன். മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയ ചിക്കൻ അത് നമ്മൾ അരച്ചെടുക്കണം. ഓക്കെ, ரொம்ப இல்ல, ஒரு பல்ஸ் மட்டும். പൾസ് பண்ணியாச்சு. இப்போ ഒരു ഈ പരുവാവണ വരെ നമ്മളിങ്ങനെ അരയ്ക്കുക. ജസ്റ്റ് ഒരു 1-2 റൗണ്ട് ഓട്ടിച്ചാൽ മതി. ചിക്കൻ അരച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ക്യാബേജ് ഉള്ളി ഒക്കെ റെഡി ആയിട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് എന്തിട്ട് കൊടുക്കണം? കുരുമുളക് പൊടി. பெப்பர் நல்லா மிக்ஸ் ஆயிடுச்சு. ஒயிட் பெப்பர் இருந்தா ஒயிட் பெப்பர் ஆட் பண்ணிக்கலாம். அடுத்து சிக்கன் இதில் ஆட் பண்ணிட்டு சிக்கன் ஆட் பண்ணிட்டு நல்லா மிக்ஸ் பண்ணிக்கலாம். யூசுவலா சிக்கன் மோமோஸ் பண்ணும்போது குக் பண்ணாத சிக்கனை தான் டைரக்டா ஸ்டீம் பண்ணுவாங்க மோமோஸ்ல வச்சு. ஆனா எனக்கு என்னவோ சாட்டிஸ்ஃபை ஆகல. ஸோ அதனால நான் ஸ்டார்டிங்ல குக் பண்ணிட்டு அதுக்கப்புறம் தான் ஸ்டஃப் பண்ண போறேன். உங்களுக்கு கம்ஃபர்டபுளா இருந்தா டைரக்ட் வெச்சா அது வெந்துണ്ടാവും. ஸ்டீம் ஆகுதுல, ஸோ அதுல வேணும்னு சொல்றாங்க. பட் அதனால நான் ஃபர்ஸ்டே குக் பண்ணிட்டு அப்புறம் ஆட் பண்ணலாம்னு. சோய் சாஸ் கொஞ்சம் ஊத்திக்கோங்க. സോയ് സോസ് എന്തിനാ? ഒരു ഫ്ലേവറിന് വേണ്ടി വെക്കണതാ? അല്ലേ சும்மா ஒரு சைனீஸ் டச் இருக்குதுங்க. ചൈനീസ് ടച്ച് ഒന്നും വേണ്ട മോളെ. சாஸ் ஊத்திட்டு அவ்வளவா குக் பண்ணணும் இல்ல. ஸ்டவ் ஆஃப் பண்ணிட்டு கொரியாண்டர் കൊറിയാണ്ടർ ഗാർണിഷിംഗ്. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊറിയാണ്ടർ ലീവ്സ് ഇതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക. நெக்ஸ்ட் சட்னி பண்ணிடலாம். நம்ம பிளான்ச் பண்ணி வச்ச டொமேட்டோ, ரெட் சில்லி, சால்ட், ഉപ്പ് ആവശ്യത്തിന്. சுகர் എന്തിനാണ്? அது டேஸ்ட் பேலன்ஸ் பண்றதுக்காக சுகர். garlic ஆட் பண்ணிக்கோங்க. நான் ஒரு 6 garlic எடுத்துக்கேன். கொஞ்சம் சோயா சாஸ், വെളുത്തുള്ളി, വറ്റൽമുളക്, തക്കാളി, പിന്നെ ഉപ്പ്, പഞ്ചസാര, சோயா சாஸ். സോയ സോസ്. എന്ത് കളറ്? ആന്ധ്ര ചട്നി. டேஸ்ட் பண்ணி பாருங்க. എന്ത് നല്ല എരിവുണ്ട്. അത് മോമോസിന് കറക്റ്റ് ആയിരിക്കും. അപ്പൊ കുഴപ്പമില്ല. ഞാൻ എരിവ് ചോദിച്ചതുകൊണ്ട് ഇത്ര എരിവ് മോമോസ് തൊട്ട് കഴിയും കറക്റ്റ് ആയിരുന്നു. ചട്നിയുടെ പരിപാടി കഴിഞ്ഞിട്ട് சட்னி முடிஞ்சது, ஸ்டஃபிங் முடிஞ்சது. நெக்ஸ்ட் ரோல் பண்ணி கட் பண்ணி മോമോസിന്റെ ഷേപ്പ് കൊണ്ടുവരണം. கொஞ்சம் மைதா போட்டுட்டு ഇത് സ്റ്റിക്കി അല്ലേ? கொஞ்சம் மாவு எடுத்துட்டு
നമുക്ക് റോൾ பண்ணிடலாம். കറക്റ്റ് റൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ. എക്സ്പീരിയൻസ് ആണ്. இல்ல நானே இப்பதான் பழகிட்டு இருக்கேன் ரவுண்டா வர்றது. எவ்வளவு தின்னா ஆக்க முடியுமோ அவ்வளவு தின்னா. ரொம்ப தின்னா ஆக்கினாலும் ஸ்டீம் ஆகும்போது ஒட்டுல ஓரளவுக்கு ரோல் பண்ணியாச்சு. அப்படியே ஷேப் பண்ணிட்டு வெச்சு பார்க்கலாம் இது சைஸ் கரெக்டா இருக்கானு. ஓகே. இதுக்குள்ள ഇനിയിപ്പോ ഇതിൽ എന്താ ചെയ്യണ്ടേ? ഇതില് നമ്മള് ബാക്കി 1 ടീസ്പൂൺ മഷിംഗ് സ്പൂണാ ஈக்குவலா கிடைக்கிறதுக்கு ஸ்டஃபிங் நான் 1 டீஸ்பூன் எடுத்துர்க்கேன். அது நிறைய டிஃபரண்ட் டைப்ஸ் ஆஃப் ஸ்டஃப் பண்ணலாம். என்ன ஷேப் வேணுமோ பண்ணலாம். നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാല്ലേ. എനിക്കൊന്ന് ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കി. അതൊന്നും പറ്റില്ല. അതെ എല്ലാ പീസിനും ചിക്കൻ വരണം കേട്ടോ, അല്ലെങ്കിൽ അടിയാവും. ചിക്കൻ മോമോസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വെജ് മോമോസ് കൊടുക്കുക. ഇതൊരു ഷേപ്പ് എന്ത് ഷേപ്പിലാണെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ. ഇതെന്ത് ഷേപ്പാ? അയ്യോ കരണ്ട് പോയടി. ഇനി എപ്പോ വരുമോ? കൊഴപ്പില്ല, ഫ്ലാഷ് ഇടാം. വേറെന്താ ചെയ്യാ, നല്ല മഴയാ പുറത്ത്. ഇപ്പൊ മൊത്തം കഴിഞ്ഞു, നമ്മള് ഫുൾ ഷേപ്പ് ആയി കഴിഞ്ഞു. ഒരുവിധെല്ലാം ഒരേ ഷേപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, അപ്പൊ ഇനി നമ്മൾക്ക് അത് സ്റ്റീം ചെയ്യാം അല്ലെ? സ്റ്റീം ചെയ്യണല്ലേ? ഇഡ്ലി പാത്രം എടുക്കും. ഇഡ്ലി ഉണ്ടാക്കണ അതേ പാത്രത്തിൽ നമുക്ക് സ്റ്റീം ചെയ്യാം. தண்ணி கீழே ஊத்திட்டு இந்த பிளேட்ல முட்டாத அளவுக்கு தண்ணி ஊத்தணும். വെള്ളം താഴെ ഒഴിക്കാതെ വെച്ചാ പണി പോകും. തുണി വെക്കணும்னு இல்ல. അപ്പൊ തുണി വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. நார்மல் ஸ்டீமர்ல இந்த ஹோல்ஸ் மட்டும் தான் இருக்கும். சோ அது மேல தான் வைப்போம். சோ அதே மாதிரி. ഇപ്പൊ എത്ര നേരം വെക്കണം? 15 minutes. 10 to 15 minutes. 10 to 15 minutes റെഡി ആവില്ല. അപ്പൊ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് കഴിയണ നേരത്തേക്ക് കറണ്ട് വന്നല്ലോ. അടിപൊളി. ഇപ്പൊ കറക്റ്റ് വേവാണല്ലേ? നമ്മ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഫൈനലി മോമോസ് എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പോസിറ്റീവ് റിസൾട്ട്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനൊന്നും മൈദയിലുണ്ടാക്കിയ സംഭവം കഴിക്കുന്ന ആളാണ്. അച്ഛനടക്കം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഫൈനലി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കടയില് വാങ്ങിച്ചതിനെ കാട്ടി നന്നായിട്ട് തോന്നും. സത്യം പറയാട്ടോ, കടയില് വാങ്ങിക്കണതിന്റെ ടേസ്റ്റ് ഉണ്ടോന്ന് പറഞ്ഞാൽ അത് വേറെ ടേസ്റ്റ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയി. നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാനുള്ളതുള്ളൂ. സംഭവം ഈസി ഇൻഗ്രീഡിയന്റ് നന്നായിട്ട് കേട്ടോ. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. இதே ரெசிபியை வீட் ஃபார்ம்ல ட்ரை பண்ணி பாருங்க. ஹெல்தி அண்ட் கிட்ஸ்க்கு கூட கொடுக்கலாம். அண்ட் ஆயில் அப்ளை பண்ணிட்டு ஸ்டீம் பண்றதுக்கு மறந்துடாதீங்க. இல்லைன்னா கீழே பிடிச்சிரும். എടുക്കുന്നത് ரொம்ப കഷ്ടം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അതായത് ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് താഴെ ഒട്ടിയിട്ട് എടുക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും. அண்ட் இந்த மாதிரி வீடியோ நாங்கள் ஃபர்ஸ்ட் டைம் பண்ணியிருக்கோம். உங்க சஜஷன் சொல்லுங்க, ஏதாவது ஆல்ட்ரேஷன் பண்ணுவாங்க. உங்க സപ്പോർട്ട് എங்களுக்கு எப்பவுமே இருக்கணும். താങ്ക് യു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് பண்ணுங்க, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു സാമോൺ വിഷൻ.
താങ്ക് യു.